ഹലോ ഫ്രണ്ട്സ്, മഴ ദൂരം മുമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതിക്കുട്ടിയും രോഹിത്തും ബാക്കി എല്ലാവരും ചേർന്ന് നമ്മുടെ ത്യാഗഭവനത്തിന് മുന്നിലേക്ക് എത്തിയിട്ടോ. കാറ് കൊണ്ട് അവിടെ നിർത്തുമ്പോൾ തന്നെ രോഹിത്ത് ചോദിക്കുകയാണ്, എന്തേ ഇവിടെ ആരും കാണുന്നില്ലല്ലോ എന്നിങ്ങനെ. ഉടനെ തൊട്ടടുത്തുനിന്ന് രേവതിയല്ലേ ആള്. രേവതി പറയാണ്, കാണാൻ വേണ്ടിയിട്ടും വന്ന് ആനയിക്കാൻ വേണ്ടിയിട്ടേ, ഇത് സെൻട്രൽ ജയിലൊന്നും അല്ല കേട്ടാ. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ രോഹിത്തിന് അങ്ങ് ദേഷ്യം പിടിച്ചു. എൻ്റെ അലീന ചേച്ചി ഇതാ ഈ വായാടിപ്പണിൻ്റെ അടുത്ത് മിണ്ടാതിരുന്നോളം പറഞ്ഞു, ഇല്ലെങ്കിൽ എൻ്റെ വായിന്ന് വൃത്തിയായിട്ട് കേൾക്കും കേട്ടോ. എൻ്റെ രോഹിത്തെ വിവരവും പക്വതയും നാണവും ഒന്നും ഇല്ലാത്തതിനോട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാ, നീ ഒന്ന് ക്ഷമിച്ചേരെ. ഓ ഇറങ്ങുന്നോ നീ അങ്ങോട്ട് മര്യാദയ്ക്ക്? അങ്ങനെ ശരി, ഞാൻ ഇറങ്ങിക്കോളാം എന്നും പറഞ്ഞ് രേവതി ഇറങ്ങാട്ടോ. അപ്പോൾ തന്നെ ഭവിതയോട് അലീന ചോദിക്കുന്നുണ്ട്, എന്തേ നിങ്ങളാരും ഇറങ്ങുന്നില്ലേ? ചേച്ചി ഇവർ രണ്ടുപേരും കൂടെയുള്ള വഴക്കും അതിന് തർക്കുത്തരം പറച്ചിലും കേട്ടങ്ങ് മയങ്ങി ഇരുന്നു പോയി. രസമുണ്ടായിരുന്നു കേൾക്കാൻ എന്നിങ്ങനെ ബബിത പറയാണ് കേട്ടോ. രസമുണ്ട് ഇവളുടെ ഒരു കാര്യം എന്നും പറഞ്ഞ് രേവതിക്ക് ഒരു കിഴക്കും കൊടുത്ത് അവർ നേരെ പോവാട്ടോ അകത്തേക്ക് ത്യാഗഭവനത്തിലേക്ക്. അവിടെ ചെന്ന് സിസ്റ്ററെയൊക്കെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ വന്നിരിക്കുന്ന ആരാ? അലീനയും രേവതിക്കും സുഖമാണോ എന്നൊക്കെ വാദോരാതെ ചോദിക്കട്ടോ. അപ്പോൾ അലീന പറയാണ്, ഇതെല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. ഞാൻ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നിടത്തുള്ള അവരുടെ മക്കളാണ്, എൻ്റെ സഹോദരങ്ങൾ തന്നെയാണ് അവർ. പിന്നെ രേവതി അവിടെ നിന്ന് ആൻറ്റി അങ്ങളൊന്നും വന്നില്ലേ? ഇല്ല, മാമച്ചനങ്ങളും ആൻറ്റിയൊന്നും വന്നില്ല. അവർക്ക് അത്രയ്ക്ക് വയ്യായികയുണ്ട്, അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു. പിന്നെ ചിന്നുമോളെ ഒന്ന് കാണണം. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ചിന്നുമോള് എന്ന് സിസ്റ്റർക്ക് പറയാം കേട്ടോ. അപ്പോൾ മെയിനായിട്ടുള്ളൊരു സിസ്റ്റർ അവിടെ ഇല്ല, വേറെന്തോ ആവശ്യത്തിന് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരോടും പറയാണ്, നമുക്ക് ചിന്നുമോളെ കാണാൻ പോവാം, അവളുടെ കുസൃതികളും വികൃതികളൊക്കെ നിങ്ങൾക്ക് കാണണ്ടേന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ കാണണമെന്നും പറഞ്ഞിട്ട് അവർ നേരെ അകത്തേക്ക് കയറിച്ചില്ല. അവിടെയാണെങ്കിൽ ചിന്നുക്കുട്ടിയും ബാക്കി എല്ലാ കുട്ടികളും കൂടി ചേർന്നിട്ട് സാറും കുട്ടിയും ഒക്കെ കളിക്കാനുണ്ട് കേട്ടോ. അവിടെ നിന്ന് അകത്തേക്ക് ചെന്നിട്ട് നമ്മുടെ രേവതി കുട്ടി ചോദിക്കുക, മോളെ ചിന്നു എന്ന് വിളിക്കുക കേട്ടോ. ആഹാ, അലീന ചേച്ചി രേവതി ചേച്ചിയാണോ എന്നും പറഞ്ഞ് ചിന്നുമോള് ഓടി വരുക കേട്ടോ. വന്ന് കെട്ടിപ്പിടിക്കുന്ന വാരി എടുക്കുക ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രോഹിത്തിനും ഭവിതയ്ക്കും കൃഷ്ണയ്ക്കും ഒക്കെ ഇത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. അങ്ങനെ എല്ലാവരും അവളെ മാറി മാറി എടുക്കുന്നുണ്ട്. അതിൻ്റെ സന്തോഷവും ആ കുഞ്ഞിൻ്റെ ആ ഒരു സംസാരവും ഒക്കെ ഇവർക്ക് അങ്ങ് ഒത്തിരി ഇഷ്ടമാവാൻ കേട്ടോ. വന്ന പാടെ തന്നെ ചിന്നുമോളെയും കൊണ്ടിട്ട് ഇവർ നേരെ കുറച്ച് കറങ്ങാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ബീച്ചിലും ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോവാണ്. ഈ സമയത്ത് കൊല്ലം വഴി പുനലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ വരുന്നുണ്ടല്ലോ. അവരൊരു സ്ഥലത്ത് ഹോട്ടലിൻ്റെ ഒരു അടുത്തേക്ക് വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാട്ടോ. അപ്പോഴാണ് ഗോവർദ്ധനം പറയണത്, ബാലേട്ട അങ്ങോട്ട് നോക്കിയേ, രോഹിത്തും അലീനയും പിള്ളേരും ഒക്കെ ഇല്ലേ. അത് നോക്കുമ്പോൾ അങ്ങനെ അവരെല്ലാവരും അവിടെ നിൽക്കണം കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ ഓടി വരുവാണ്. നിങ്ങളെന്താ പിള്ളേരെ ഇവിടെ? നിങ്ങൾ എറണാകുളത്ത് പോകണമെന്നല്ലേ എന്നോട് പറഞ്ഞത്? അപ്പോൾ അലീന പറഞ്ഞിട്ട്, ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് ഇങ്ങോട്ട് വന്നതേ. ചിന്നുമോൾ ഇവിടെയാണല്ലോ. ഓ ത്യാഗഭവനല്ലേ? അതെ, അവിടെ വന്ന് അവളെ കണ്ടിട്ടേ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അച്ഛൻ ഞങ്ങൾ ഇവിടേക്ക് വന്നേ. അച്ഛൻ എന്താ ഇവിടെ? ഭയങ്കര സർപ്രൈസായി പോയല്ലോ എന്ന് പറയാം എല്ലാവരും കൂടി ചേർന്നിട്ട്. ഞങ്ങൾക്ക് ഇവിടെ വരെ ഇങ്ങനെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ വന്നു. അച്ഛൻ പിന്നെ 2 ദിവസം മുമ്പേ പോയല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ഭവിത ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ ബാലചന്ദ്രൻ പറയാം, 2 ദിവസത്തിന് മുമ്പേ വേറെ ചില സ്ഥലം ഊട്ടിയിലൊക്കെ ഞങ്ങൾ പോയിരുന്നു. അതെയാ? ഇതിനിടയ്ക്ക് ഗോവർദ്ധനോട് പതിയെ അങ്ങോട്ട് ചെന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. ഗോവർദ്ധൻ അങ്ങനെയൊന്നും പറയണില്ല. ബാലചന്ദ്രൻ പതിയെ അലീനോട് ചോദിക്കുന്നുണ്ട്, അവിടെ പോയി സംസാരിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടിയോ? ഒന്നുമില്ല. ശരി, എന്നാൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിനി ഉടനെ തന്നെ പോവോ? ഞങ്ങളിപ്പോൾ ചിന്നുമോളെയും കൊണ്ട് ത്യാഗഭവനത്തിലാക്കിയിട്ട് നേരെ എറണാകുളത്തേക്ക് പോവും. ഇരുട്ടണതിന് മുന്നേ ചെല്ലണമെന്നാണ് മാമച്ചനങ്ങളും ഗ്രേസും ആൻറ്റിയും പറഞ്ഞിരിക്കുന്നത്. പിന്നെ രേവതിക്കുട്ടി നിനക്കെന്തേ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. അങ്ങനെ പരസ്പരം ചിന്നുക്കുട്ടീനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ചിന്നുക്കുട്ടിയെ നമ്മുടെ ബാലചന്ദ്രൻ വാരി എടുത്ത് പുണർന്ന് ഉമ്മയൊക്കെ കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പരിചയപ്പെടുത്തുക, ഇത് ബാലചന്ദ്രൻ ആണ് എന്നൊക്കെ പേര് ചോദിക്കുക കേട്ടോ ചിന്നുക്കുട്ടി. അതൊക്കെ പറയാൻ തന്നെ നേരെ പറ്റുന്നില്ലല്ലോ. അത് വെച്ച് ബാലേന്ദ്രനെ കളിയാക്കുന്നുണ്ട് പിള്ളേരെല്ലാം കൂടെ. അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ പറയാം, ഇരുട്ടണതിന് മുമ്പ് എത്തണമെങ്കിലേ ഇപ്പം തന്നെ ഇറങ്ങിക്കോ, മണി ഇപ്പം തന്നെ 12 കഴിഞ്ഞിട്ടുണ്ട്. ശരി അച്ഛാന്നും പറഞ്ഞ് അവരങ്ങനെ പരസ്പരം പിരിയാണ് കേട്ടോ. അവിടുന്ന് നേരെ ത്യാഗഭവനത്തിലേക്ക് നമ്മുടെ ചിന്നുമോളെയും കൊണ്ടുപോവാണ്. കാറിൽ നിന്ന് ഇറങ്ങാൻ തന്നെ നല്ല മടിയുണ്ട് ചിന്നുമോൾക്ക്. എന്നിട്ട് അപ്പം തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, എന്താടി നിനക്ക് ഇനിയും കറങ്ങാൻ പോകണോ? വേണ്ട, എനിക്ക് മതിയായേ എന്ന് ചിന്നുമോളിങ്ങനെ പറയട്ടെ, കൊഞ്ചി മടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ട് സിസ്റ്ററെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയാണ്, ഈ കൊണ്ടുവന്ന ഫ്രൂട്ട്സും സ്വീറ്റ്സും ഒക്കെ നിങ്ങൾ തന്നെ പിള്ളേർക്ക് കൊടുക്കണം, എന്നാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ അവരെ സ്നേഹിക്കാനും പുറത്ത് ആൾക്കാരുണ്ടെന്നും ഇങ്ങനെയൊക്കെ കൊണ്ട് തരുന്നുണ്ടെന്നൊക്കെ. അത് അവരറിയണ്ടേ, നിങ്ങൾ തന്നെ നേരിട്ട് കൊടുക്കുക. അങ്ങനെ ഇവർ തന്നെയാണ് പിള്ളേർക്കെല്ലാം കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ
സിസ്റ്ററോട് എല്ലാവരുമായിട്ട് നിൽക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, സിസ്റ്ററെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. കാരണം നമ്മുടെ ചിന്നുമോളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് ആരോ വന്നു എന്ന് പറഞ്ഞില്ലേ? അഡോപ്റ്റ് ചെയ്യാനല്ല മോളെ, ഒരു സ്പോൺസർഷിപ്പാണ്. അവർ കൊണ്ടുപോവില്ല, കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചിലവ് ചെയ്യാൻ പഠിത്തത്തിനും മറ്റുള്ള കാര്യത്തിനും. എന്നാലും അവർ കുറേ ദിവസം അവരുടെ കൂടെ ആ പേരും പറഞ്ഞൊക്കെ കൊണ്ട് നിർത്തുകയൊക്കെ ചെയ്യത്തില്ലേ സിസ്റ്ററെ? അത് വേണ്ടെന്ന് പറയാനും കൂട്ടിയിട്ടാണ് ഞാൻ വന്നത്. കാരണം ഇവരുടെ അധികാരം പൂർണ്ണമായിട്ടും ഉള്ളത് കഴക്കൂട്ടത്തുള്ള അവർക്കാണ്. അവർ മുഖേനയാണല്ലോ. അതുമാത്രമല്ല ചിന്നുമോളെ ഏൽപ്പിച്ചത് പോലും ഒരു സിസ്റ്ററാണ് ബ്രിജിതാമ്മയെ കൊണ്ട് ഏൽപ്പിച്ചതും. അതുകൊണ്ട് വേറെ ആർക്കും കൈമാറരുത് എന്നന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അനുവാദമില്ല, ഞങ്ങൾ ആർക്കും കൊടുക്കത്തൊന്നുമില്ല കേട്ടോ. ശരി, അവളിവിടെ വളർന്നോട്ടെ, ഞങ്ങൾ വരും, അവളുടെ കാര്യങ്ങളെല്ലാം. അല്ല, ഞങ്ങൾ അവൾക്കൊരു നല്ല ഭാവി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാമോ, അല്ലാതെ വേറൊന്നും അല്ല കേട്ടോ അലീനെ. അത് സാരമില്ല സിസ്റ്റർ, ഞങ്ങൾ അവളുടെ കാര്യമെല്ലാം നോക്കിക്കോളാം എന്നും പറഞ്ഞ് യാത്ര തിരിക്കുകയാണ് കേട്ടോ അവർ. അങ്ങനെ വണ്ടിയിലേക്ക് കയറുകയാണ് രോഹിത്ത്. വീണ്ടും ദേവതിക്കുട്ടിയും രോഹിത്തും തമ്മിൽ കുഞ്ഞു വഴക്കൾ തുടങ്ങിയിട്ടുണ്ടല്ലോ വണ്ടി കയറിയിട്ട് പോവാൻ നേരത്ത്. അപ്പോൾ ചിന്നുമോൾക്കാണെങ്കിൽ വീണ്ടും രോഹിത്തിനെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. രോഹിത്ത് ചിന്നുക്കുട്ടീനെയും പിടിച്ച് വണ്ടിയെ സ്റ്റിയറിങ്ങിൽ അവിടെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തിയിട്ട് എങ്ങനെയാണ് കാർ ഓടിക്കുക എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതേ അങ്ങനെയാണ് ഓടിക്കുന്നത്, ഇത് ഇങ്ങനെയാണ് ഓടിക്കുന്നത്, ഇതാണ് ഹോണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അലീന വന്ന് പറയാം, മോളെ നീ ഇവിടെ നിന്നോ, ഞങ്ങളെല്ലാവരും ഇനി വേറൊരു ദിവസം വരാം. യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയാം കേട്ടോ. ചിന്നുമോൾക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് ഇവർ പോകുന്നതിൽ. എന്നാലും എല്ലാവരെയും കാണുകയും പുതിയ ഉടുപ്പും സ്വീറ്റ്സും ഒക്കെ കിട്ടിയാൽ സന്തോഷത്തിൽ കൂട്ടുകാർക്ക് അവരുടെ കൂടെ കളിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം വരുന്നില്ല, എനിക്കിവിടെ ഒത്തിരി കൂട്ടുകാരുണ്ട്, ഞാനിവിടെ തന്നെ നിന്നോളാം എന്നൊക്കെ ഇങ്ങനെ ചിന്നുകുട്ടി പറയുന്നു കേട്ടോ. അതൊക്കെ കണ്ടും സന്തോഷിച്ചും അവിടെ ചിന്നുമോളെ ആക്കിയിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഇവർ തിരിച്ച് എറണാകുളത്തേക്ക് യാത്ര തിരിക്കുക കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്